ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജൻ ആണ്. പല്ലിൽ കമ്പിയിട്ട് കഴിഞ്ഞാൽ ചുണ്ടുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ, വലുപ്പം കൂടുമോ എന്നിങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് കമന്റ്സ് ആയി എന്റെ ചാനലിൽ വരുന്നു. അപ്പൊ ഈ വീഡിയോ അതിനെ കുറിച്ചാണ്. പല്ലിൽ കമ്പിയിട്ട് കഴിഞ്ഞാൽ ചുണ്ടുകൾക്ക് വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ വരും. പ്രത്യേകിച്ച് ചുണ്ടുകൾക്ക് താഴെയുള്ള പല്ലുകൾക്ക് നിരവ്യത്യാസം വരും. ഉദാഹരണത്തിന് അണ്ടർ ബൈറ്റ്. ഇവിടെ കാണുന്നത് പോലെ അണ്ടർ ബൈറ്റിന് താഴത്തു വരെയുള്ള പല്ലുകൾ കുറച്ച് തള്ളി നിൽക്കുന്നതായിരിക്കും. ഇത് നിര ശരിയാവുന്ന സമയത്ത് മേൽ ചുണ്ട് കുറച്ച് തുടുത്തതുപോലെ തോന്നാം. ഇനി അടുത്തൊരു കണ്ടീഷനാണ് ഇൻക്രീസ്ഡ് ഓവർജെറ്റ്, അതായത് മേൽ പല്ലുകൾ തള്ളി നിൽക്കുന്ന ആളുകൾക്ക്. ഇവരുടെ മുകളിലെ പല്ലുകൾ പുറകിലേക്ക് വരുന്നതനുസരിച്ച് ചുണ്ടും പുറകിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ചുണ്ടുകൾ പല്ലുകളുടെയും ചിരിയുടെയും രക്ഷാ കവചമാണ്. വായുടെ ഭാഗം തട്ടിക്കഴിയുമ്പോൾ പല്ലിനെ ഫ്രാക്ചർ ആവാതിരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. പല്ലുകളുടെ നിര ശരിയാവുമ്പോൾ, അതായത് കമ്പിയിടലായാലും ക്ലിയർ അലൈനസ് പോലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ, ചുണ്ടുകളുടെ അടിത്തറ മാറുമ്പോൾ അതിന്റെ ഷേപ്പും മാറിയതുപോലെ നമുക്ക് തോന്നുന്നതാണ്. അതായത് ഇവിടെ അടിത്തറ എന്ന് ഉദ്ദേശിക്കുന്നത് പല്ലുകളെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കുക, പല്ലിൽ മെറ്റൽ കമ്പി ഉണ്ടല്ലോ, മെറ്റൽ ബ്രേസസ്, ഇത് ഇടുന്ന സമയത്ത് നമ്മുടെ ചുണ്ട് ചെറുതായി താൽക്കാലികമായി ഒന്ന് വലുപ്പം കൂടിയതുപോലെ തോന്നാം. ഇതിന് കാരണം പല്ലിനും ചുണ്ടിനും നടുക്ക് ഇപ്പോൾ ഒരു ചെറിയ വലുപ്പം കൂടുതലുണ്ടല്ലോ, മെറ്റൽ ബ്രേസസ് കാരണം. അതുകൊണ്ടാണ് ചുണ്ടിന് വലുപ്പം കൂടിയതുപോലെ തോന്നുന്നത്. അല്ലാതെ ചുണ്ടുകളെ ഒന്നും തന്നെ ഇത് ബാധിക്കുന്നതല്ല. ഇതുപോലുള്ള നിരതെറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുണ്ട് അതിനനുസരിച്ച് നീങ്ങുന്നത് കൊണ്ട് ചുണ്ട് വലുതായ പോലെയും ചെറുതായതുപോലെയെല്ലാം തോന്നുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.